കേരളം കാത്തിരിക്കുന്ന ആ വിധി ദിനത്തിലേക്ക് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പോരാട്ടം മുറുകുകയാണ്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ അതീവ ജാഗ്രത പുലർത്താൻ UDF അണികൾക്ക് കർശന നിർദ്ദേശം നൽകുമ്പോൾ വൻ പ്രതീക്ഷയോടെ കളനിറഞ്ഞ BJP പാളയത്തിൽ ഇപ്പോൾ നിശബ്ദമായൊരു ആത്മപരിശോധന നടക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകൾക്ക് മുന്നിൽ പ്രവർത്തകരുടെ ജാഗ്രതാ കാവൽ ശക്തമാക്കാനാണ് നേതൃത്വത്തിന്റെ നീക്കം. സ്ട്രോങ് റൂമുകളിലെ CCTV ദൃശ്യങ്ങൾ നിരീക്ഷിക്കുന്ന കൺട്രോൾ റൂമുകളിൽ 24 മണിക്കൂറും സ്ഥാനാർത്ഥി പ്രതിനിധികളുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ കമ്മീഷനോട് രേഖാമൂലം ആവശ്യപ്പെട്ടതിലൂടെ UDF ലക്ഷ്യം വെക്കുന്നത് 100% സുതാര്യതയാണ്. എന്നാൽ മറുഭാഗത്ത് ഇത്തവണ കേരള നിയമസഭയിൽ സാന്നിധ്യം അറിയിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന BJP കേന്ദ്രങ്ങളിൽ ആശങ്കയുടെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു. ചിട്ടയായ പ്രവർത്തനവും വൻതോതിലുള്ള ഫണ്ടൊഴുക്കും ഉണ്ടായിട്ടും മഞ്ചേശ്വരത്തും നേമത്തും കഴക്കൂട്ടത്തു പോലും വിജയം ഉറപ്പിക്കാനാവില്ലെന്നാണ് BJP കോർ കമ്മിറ്റിയുടെ പ്രാഥമിക വിലയിരുത്തൽ. മുസ്ലിം വോട്ടുകളുടെ UDF അനുകൂല ഏകീകരണവും പാർട്ടി പ്രതീക്ഷിച്ച ക്രൈസ്തവ വോട്ടുകളിൽ ഉണ്ടായ വിള്ളലുമാണ് താമര വിരിയുന്നതിന് തടസ്സമായതെന്നാണ് പാർട്ടി നിഗമനം. ഇതിനു പുറമെ പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടായ പണമിടപാട് വിവാദങ്ങളും സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രനും സംസ്ഥാന നേതൃത്വവും തമ്മിലുള്ള ശീതയുദ്ധവും തിരിച്ചടിയുടെ ആക്കം കൂട്ടി. സ്വന്തം തട്ടകമായ പാലക്കാട്ടെ ഉൾപാർട്ടി പോരുകൾ വോട്ടർമാർക്കിടയിൽ പാർട്ടിയുടെ പ്രതിച്ഛായ തകർത്തുവെന്ന കടുത്ത വിമർശനമാണ് കോർ കമ്മിറ്റിയിൽ ഉയർന്നത്. വരും ദിവസങ്ങളിൽ പുറത്തുവരാനിരിക്കുന്ന 3 അംഗ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് സംസ്ഥാന BJPയിൽ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമായേക്കാം. ചുരുക്കത്തിൽ വോട്ട് യന്ത്രത്തിലെ കൃത്യത ഉറപ്പാക്കാൻ പോരാടുന്ന UDFും തിരിച്ചടികൾക്ക് കാരണം തേടുന്ന BJPയും കേരള രാഷ്ട്രീയത്തിലെ പുതിയൊരു ചിത്രമാണ് നൽകുന്നത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ ഓരോ ചലനവും നിരീക്ഷിക്കാൻ UDF സജ്ജമായിരിക്കെ പരാജയ ഭീതി മുനവെക്കുന്ന ചോദ്യങ്ങളുമായി BJP പ്രതിക്കൂട്ടിലാവുകയാണ്. വരും ദിവസങ്ങളിൽ കേരളം കാണാനിരിക്കുന്നത് അത്യന്തം നാടകീയമായ രാഷ്ട്രീയ നീക്കങ്ങളായിരിക്കും.